ഇപ്പം കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു അച്ചീവർ ആയിട്ട്. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. നല്ല അഭിമാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഇപ്പം IIT മദ്രാസിലാണ് നിൽക്കുന്നത്. അവിടെ നല്ല ക്യാമ്പസ് ലൈഫാണ്. എന്താണ് വ്യത്യാസമാണോ, എന്താണ് തോന്നുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാതും അറിയാവുന്ന രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുക. അപ്പോൾ എല്ലാം ഇവിടുന്ന് പഠിച്ചിട്ട് പോകും. ഇവിടെ നിന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. തൈലത്തിൽ നിന്ന് നല്ല അഡ്വാൻസ് ലെവലിൽ തന്നെയായിരുന്നു ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസിൽ നല്ലോണം മനസ്സിലാവും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ കിട്ടിയ ഫ്രണ്ട്സൊക്കെ എവിടെ നിന്നാണ്? മലയാളികളാണോ? മലയാളികൾ കുറച്ചുള്ളൂ അവിടെ, കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ്. ഓക്കെ. ഹായ്, സൈലം അവാർഡ് ഫംഗ്ഷൻ ഉള്ളത് ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പസിൽ പഠിച്ചിട്ട് ഇപ്പോൾ IIT മദ്രാസിൽ ബ്രാഞ്ച് മറന്നുപോയി, ഏതാ? സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അഭിനവനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിനവനോട് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അഭിനവ്, വെൽക്കം. എന്തുണ്ട് ഇപ്പോൾ? എങ്ങനെയാണ്? നമുക്ക് സന്തോഷമാണോ, സന്തോഷം കൊണ്ട് സങ്കടമാണോ, എന്താ പറയേണ്ട അവസ്ഥ? ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ നല്ല സന്തോഷമായിരിക്കും. അഭിനവ്, എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആണല്ലേ പ്ലസ് ടു? അതെ, സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അല്ല, ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു, എന്നിട്ട് ഇപ്പം റിപ്പീറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇപ്പം നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഡെയിലി സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു അച്ചീവർ ആയിട്ടാണ്. അപ്പോൾ ആ ഫീലിംഗ് എങ്ങനെയാണ്? അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. നല്ല അഭിമാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. എന്നിട്ട് IIT ലൈഫൊക്കെ? IIT ലൈഫ് നല്ല അടിപൊളിയാണ്. അവിടെ നല്ല ഇപ്പം IIT മദ്രാസിലാണ് നിൽക്കുന്നത്. അവിടെ നല്ല ക്യാമ്പസ് ലൈഫാണ്. നല്ല കുറേ ആനിമൽസിനൊക്കെ ആണ്. നല്ല വൈൽഡ് ലൈഫ് പോലെ. വൈൽഡ് ലൈഫ് ആണല്ലേ? എല്ലാവരും എന്നും സൈക്കിൾ ഓട്ടാൻ പറ്റും. കൂടുതലായിട്ടും പറയുന്നത് എല്ലാവരും അവിടുത്തെ ആനിമൽസിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഹൃദയനോട് സംസാരിച്ചു, ജുവൽ രാജിനോട് സംസാരിച്ചു. അപ്പോൾ ഇവരൊക്കെ ആനിമൽസിന് എന്താണ് അവിടെ? ഏതൊക്കെ കടുവ, സിംഹമൊക്കെ ഉണ്ടാവും? അതൊന്നുമില്ല. അവിടെ മാനുകള്, കുരങ്ങന്മാര്, ഇതൊക്കെ തന്നെ. അങ്ങനെ കുറച്ച് ആനിമൽസ്. അതെ. ഓക്കെ. അപ്പോൾ എനിവേ ബാക്കി എങ്ങനെയാണ്? ബാക്കി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലത് തന്നെയാണ്, ഫെസിലിറ്റീസ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം സൈലത്തിലെ ക്ലാസ്സുകൾ ഇരുന്നിട്ട്, അതായത് നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സുകളൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടത്തേക്ക് പോകുന്ന സമയത്ത് പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്, അഥവാ IITയിലെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ് അല്ലേ, എന്താണ് വ്യത്യാസമാണോ, എന്താണ് തോന്നുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാതും അറിയാവുന്ന രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുക. അപ്പോൾ എല്ലാം ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. ഇവിടെ നിന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. അവർ നേരെ വന്ന് സ്ലൈഡ് എടുക്കും, സ്ലൈഡിൽ നിന്ന് കുറേ ക്ലാസ്സുകൾ എടുക്കും. പിന്നെ ബാക്കി സ്വയം സെൽഫ് സ്റ്റഡി തന്നെയാണ് അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് നമുക്ക് എന്തായാലും ഒരു ബേസ് വേണം. ആ ബേസിന് സൈലത്തിൽ നിന്ന് കിട്ടിയ ക്ലാസ്സുകൾ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു? അതെ, സൈലത്തിൽ നിന്ന് നല്ല അഡ്വാൻസ് ലെവലിൽ തന്നെയായിരുന്നു ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നല്ലോണം മനസ്സിലാവും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ. ഉഷാറായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എങ്ങനെയുണ്ട്? സിവിൽ എഞ്ചിനീയറിംഗ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ സർവേയും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? അത് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെമ്മല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഓരോ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കിട്ടിയ ഫ്രണ്ട്സൊക്കെ എവിടെ നിന്നുള്ളതാണ്? മലയാളികളാണോ? മലയാളികൾ കുറച്ചുള്ളൂ അവിടെ, കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ്. ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ സൈലം അവാർഡ്സിൽ ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. ഈ സമയത്ത് അല്ലേ, കാരണം നമുക്ക് ഈ സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സമയത്ത് മക്കളോടത്ത്, അതായത് അടുത്ത വർഷം എഴുതാൻ വരുന്ന കുട്ടിയോടത്ത് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? എല്ലാവരും നന്നായി പഠിക്കുക, കുറേ എക്സാംസ് എഴുതുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അതന്നെ, ഡെയിലി എക്സാംസ് എഴുതണം, അതേപോലെ പ്രാക്ടീസും ചെയ്യണം ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വന്നായിരുന്നോ? ഇല്ല. എന്താ ചെയ്തത്? കഴിഞ്ഞ വർഷം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പോൾ എനിവേ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്. കാരണം അതായത് കഴിഞ്ഞ വർഷത്തെ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഏറ്റവും വലിയ അവാർഡായിരുന്നു. ടോവിനോ എല്ലാവരും വന്നൊരു അവാർഡായിരുന്നു. അപ്പോൾ അത്രയും അവസരം ഉണ്ടായിട്ട് ഇവർക്ക് വരാൻ വേണ്ടി പറ്റുന്ന സിറ്റുവേഷനിലായിട്ട് സ്വയം തീരുമാനം പ്രകാരം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങൾ IITകളും NITകളും എത്തണമെങ്കിൽ നമുക്കുണ്ട് എല്ലാ എൻജോയ്മെൻറ്റ്സും നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. മനസ്സിലായില്ലേ? ഇവർ സ്വയം തീരുമാനം എടുത്തിട്ട് അന്ന് വരാതെ അല്ലേ. നേരത്തെ നമ്മൾ ജുവൽ രാജോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നമ്മളെല്ലാ എൻജോയ്മെൻറ്റ്സും. കാരണം ഇവർ ഇത്രയും വലിയൊരു എൻജോയ്മെൻറ്റ് മാറ്റി വെച്ചെങ്കിൽ നിങ്ങളും എന്തായാലും അതേപോലെ എൻജോയ്മെൻറ്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ IITയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ അടുത്ത വർഷം നിങ്ങളെ കാണണം ഇവിടെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് അല്ലേ അഭിനവ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് കാണാം. ബൈ.